Hello students, welcome to physics class. നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3-pin പ്ലഗും എർത്തിങ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്ലഗിൽ ഇൻസേർട്ട് ചെയ്യാവുന്ന 2-pin പ്ലഗുകളും 3-pin പ്ലഗുകളും അവൈലബിൾ ആണ്. ചില ഡിവൈസുകളിൽ 2-pin പ്ലഗുകൾ മാത്രമാണ് അവൈലബിൾ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, മിക്കവാറും മൊബൈലിൻ്റെ ചാർജറുകളെല്ലാം 2-pin ആയിരിക്കും. ഒരു ബൾബ് കണക്ട് ചെയ്യാൻ വേണ്ടി 2-pin പ്ലഗ് ഉപയോഗിക്കാം. നമ്മൾ ഒരു ഹോൾഡറും 2-pin ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഒരു ഇലക്ട്രിക് അയണിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ 3-pin പ്ലഗ് ആണ് കണക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് അയണിനെ കണക്ട് ചെയ്യാൻ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള 3-pin പ്ലഗുകളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു മോട്ടർ നമ്മൾ ചിലപ്പോൾ 3-pin പ്ലഗുകൾ കണക്ട് ചെയ്യാറുണ്ട്. ചില മോട്ടോറുകൾ 2-pin പ്ലഗിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ 3-pin 2-pin ഒക്കെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് പ്രധാനമായിട്ടും ലൈവ് ലൈനിൽ നിന്നും, അതായത് ഫേസ് ലൈനിൽ നിന്നും ന്യൂട്രൽ ലൈനിൽ നിന്നുമുള്ള കണക്ഷൻ വേണം. അതാണ് നമ്മൾ 2-pin പ്ലഗുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2-pinൽ അല്ലെങ്കിൽ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാൻ എപ്പോഴും അതിന് ഒരു ഫേസ് ലൈൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ലൈൻ അല്ലെങ്കിൽ ലൈവ് ലൈൻ, ആ കൂട്ടത്തിൽ ഒരു ന്യൂട്രൽ ലൈനോ നിർബന്ധമായിട്ടും വേണം. എന്നാൽ ഈ ഡിവൈസിന് വർക്കിങ്ങിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ആ ഡിവൈസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡിവൈസിൻ്റെ ബോഡിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക്കൽ ലീക്കേജ് വന്നാൽ അത് ഉപയോഗിക്കുന്ന ആളെ ആ ഡിവൈസ് ഡാമേജ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഡിവൈസിൽ നിന്ന് ഷോക്ക് കിട്ടുകയും അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആ ഡിവൈസിൻ്റെ ബോഡിയിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റിനെ ആ സമയം തന്നെ അവിടെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എർത്ത് പിന്നൂടെ അതുമായിട്ട് അതിൻ്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ അയൺ ഉപയോഗിക്കുമ്പോൾ ആ ഇലക്ട്രിക്കൽ അയണിലേക്ക് വരുന്ന കറണ്ട് ഏതെങ്കിലും കാരണം മൂലം അത് ലീക്ക് ചെയ്യുകയും ആ ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ ബോഡിയിലേക്ക് വരികയും ചെയ്താൽ അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഷോക്ക് കിട്ടാം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആ ഡിവൈസ് ഉപയോഗിക്കുന്ന ആളുടെ ബോഡിയിലേക്ക് പോകാതെ ആ ഡിവൈസിൻ്റെ ബോഡിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കയറി വരുന്ന കറണ്ടിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സേഫ് ആയിരിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നാണ് 3-pin പ്ലഗ്. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കൂടുതൽ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 3-pin പ്ലഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് 3-pin പ്ലഗിലുള്ള പോയിന്റുകൾ? ഒരു ലൈവ് ലൈൻ കാണും, അതായത് ഒരു ഫേസ് ലൈൻ കാണും, ഒരു ന്യൂട്രൽ ലൈൻ കാണും. ഇത് ആ ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിലേതെങ്കിലും ലൈനിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡിവൈസ് വർക്ക് ചെയ്യില്ല. പിന്നെ അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ എർത്ത് പിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണാം, ഒരു റെഡ് ലൈൻ കാണാം. ആ റെഡ് വയർ അല്ലെങ്കിൽ റെഡ് ലൈൻ എന്ന് പറയുന്നത് ഫേസ് ലൈനാണ് അല്ലെങ്കിൽ ലൈവ് ലൈനാണ്. ന്യൂട്രൽ ലൈനാണ് ഇതിനകത്ത് ബ്ലാക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ കളറിൽ വരുന്ന പിന്ന് അല്ലെങ്കിൽ ആ ലൈൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഡിവൈസിൻ്റെ ബോഡിയിലേക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ എർത്ത് പിൻ എന്ന് പറയുന്നത്. ഈ എർത്ത് പിൻ പോകുന്നത് 3-pin പ്ലഗിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള നീളം കൂടിയ വണ്ണം കൂടിയ പിന്നിലേക്കാണ്. അതിനെയാണ് നമ്മൾ എർത്ത് പിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ സോക്കറ്റിലെ ഇലക്ട്രിക്കൽ പവർ സോക്കറ്റിലെ അല്ലെങ്കിൽ പ്ലഗിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഒറ്റയ്ക്കിരിക്കുന്ന ആ പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എർത്ത് പിൻ എന്ന് പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങളുടെ ഇലക്ട്രിക്കൽ പ്ലഗിലെ ടോപ്പിലായിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന 3 പിന്നുകളിൽ 2 പിന്നുകൾക്ക് ഒരേ സൈസും ഒരേ ലെങ്തും ആയിരിക്കും. അതിനെ അടുപ്പിച്ച് കണക്ട് ചെയ്ത് വെക്കും. 3-pinലെ 3rd പിന്ന് അല്ലെങ്കിൽ എർത്ത് പിന്ന് ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ 3-pin പ്ലഗിൻ്റെ എർത്ത് പിൻ ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് എർത്ത് പിൻ എന്തിനാണെന്നാണ് പറഞ്ഞത്? എർത്ത് പിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആഡഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എർത്ത് പിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിവൈസ് ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു തരത്തിലും ഉള്ള ഇലക്ട്രിക്കൽ ഷോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് പിന്ന് ഉപയോഗിക്കുന്ന അപ്ലയൻസസിൽ. ഇനി എർത്ത് പിൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡിവൈസിൻ്റെ വർക്കിങ്ങിന്? അപ്പോൾ ഇങ്ങനെ 3-pin പ്ലഗ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഷോക്ക് കിട്ടാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്ന പിന്നാണ് 3-pin. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈസിൻ്റെ വർക്കിങ്ങിന് എസെൻഷ്യൽ അല്ല, പക്ഷേ ഉപയോഗിക്കുന്ന ആളുടെ സേഫ്റ്റിക്ക് 3-pin പ്ലഗ് ഉള്ളത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലേക്കുള്ള കാര്യത്തിലേക്ക് വരാം. In order to ensure safety, 3-pin plugs are used in certain appliances. In the figure, which are the lines that are connected to the coil of the electrical iron.
അപ്പോൾ ഏതൊക്കെ ലൈനാണ് കോയിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം. എർത്ത് പിന്ന് കോയിലിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഫേസ് ലൈനും ന്യൂട്രൽ ലൈനുമാണ് കോയിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ അയണിന്റെ ഹീറ്റിംഗ് കോയിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഫേസ് ലൈനും ന്യൂട്രൽ ലൈനുമാണ്. ഇനി if the phase line comes into contact with the body of the appliance due to the defects in the insulation, what happens to the person who touches the body of the appliance? അതായത് ഈ ഡിവൈസിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന ആൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ആ ഫേസ് ലൈനും ഈ ഡിവൈസിന്റെ ബോഡിയായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അത് ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപയോഗിക്കുന്ന ആൾക്ക് ഷോക്ക് കിട്ടും അല്ലേ? ഈ ഗെറ്റ്സ് ഷോക്ക് എന്ന് കൊടുക്കുക. ഈ ഗെറ്റ്സ് ഷോക്ക്. ഹൗ ക്യാൻ സേഫ്റ്റി ബി എൻഷുർഡ് യൂസിങ് 3-pin പ്ലഗ്? അങ്ങനെയാണ് 3-pin പ്ലഗ് ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നത്? 3-pin പ്ലഗ് അതിൻ്റെ എർത്ത് പിന്ന് ബോഡിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഇലക്ട്രിക്കൽ ലീക്കേജ്, ഫേസ് ലൈനിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ലീക്കേജ് വന്നാൽ ഈ എർത്ത് ലൈൻ വഴി ആ ലീക്ക് ചെയ്ത കറണ്ടിനെ നമുക്ക് എർത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ എർത്ത് ചെയ്യുമ്പോൾ എക്സസ് കറണ്ട് എർത്തിലേക്ക് പോകും. ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. വിച്ച് ലൈൻ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പിൻ ഇ? നമുക്കറിയാം ഇവിടെ പിൻ ഇ എന്ന് പറയുന്നതിന്റെ ടോപ്പിൽ കാണുന്ന പിന്നാണ്, അതാണ് എർത്ത് പിൻ എന്ന് പറയുന്നത്. ഏത് ലൈനാണ് എർത്ത് പിന്നിലേക്ക് പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ലൈൻസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പിൻ ഇ? പിൻ ഇയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏത് ലൈനാണ്? പിൻ ഇയുമായിട്ട് കോണ്ടാക്ട് വരുന്നത് എർത്ത് ലൈനാണ് അല്ലേ? അപ്പോൾ കൊടുക്കുക എർത്ത് ലൈൻ. ഹൗ ഡസ് ദ എർത്ത് പിൻ ഡിഫർ ഫ്രം ദ അതർ പിൻസ്? വൈ ഇറ്റ് ഈസ് മെയ്ഡ് ഡിഫറെന്റ് ഇൻ ദിസ് വേ? നമ്മൾ കാണുന്ന എർത്ത് പിന്നുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ, ചില സിറ്റുവേഷനിൽ 2 അല്ലെങ്കിൽ 3 തരത്തിൽ വരെ ഇതിന് സാധാരണ പിന്നുമായിട്ട് വ്യത്യാസം കാണാം. പ്രധാനമായിട്ടും 2 തരത്തിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു ചില പ്രത്യേക പിന്നുകളിൽ 3 തരത്തിൽ കാണാറുണ്ട്. അതിന്റെ പ്രത്യേകത ഇതാണ്. 3-pin പ്ലഗിലെ എർത്ത് പിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന് നീളം കൂടുതലായിരിക്കും. 2, ആ പിന്ന് കട്ടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും. വണ്ണം കൂടിയ പിന്നാണ് എർത്ത് പിന്നായിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൂന്നാമത് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അതിന് നീളം കൂടുതലായിരിക്കും. 2, അതിന് വണ്ണം കൂടുതലായിരിക്കും. മൂന്നാമത്, ചില സിറ്റുവേഷനിലുള്ള എർത്ത് പിന്നുകൾ നടുവേ, നമ്മൾ കാണുന്ന പിന്നിന്റെ നടുവേ പൊട്ടിയിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നടുവേ ഒരു ഓപ്പണിങ് കാണാറുണ്ട്. ഒരു ക്രാക്ക് പോലെ തീരെ കട്ടി കുറച്ചല്ല, അല്പം വീതിയിൽ അതിനുള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാറുണ്ട് ചില സിറ്റുവേഷനിൽ. അങ്ങനെ 3 തരത്തിൽ ഇതിന് മാറ്റം വരാം. എനിവേ ഏതാണെങ്കിലും മിനിമം 2 തരത്തിലുള്ള വ്യത്യാസമുണ്ട്. നീളം കൂടുതലായിരിക്കും, വണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, എന്തിനാണ് ഇതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ 3 പിന്നുകൾ, എർത്ത് പിന്ന്, ഫേസ് ലൈന്, ന്യൂട്രൽ ലൈന്, ഇതിന് 3നും ഒരേ നീളമാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഈ പ്ലഗിനെ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ ഫേസ് ലൈനിലൂടെ ഇലക്ട്രിസിറ്റി ഈ ഡിവൈസിന്റെ ബോഡിയിലേക്ക് വരികയും ആ ഡിവൈസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടെങ്കിൽ ആ മൊമെന്റിൽ തന്നെ നമുക്ക് ഷോക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഫേസ് ലൈൻ എൻ്റർ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. അപ്പോൾ കൂടുതൽ സേഫ്റ്റിക്ക് എന്ത് വേണം? എർത്ത് പിൻ ആദ്യം എൻ്റർ ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ലീക്കേജ് വരുന്നത് ഫേസ് ലൈനിലൂടെയാണ് ലീക്കേജ് വരുന്നത്. ആ ഫേസ് ലൈൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എർത്ത് ലൈൻ അല്ലെങ്കിൽ എർത്ത് പിന്ന് നമ്മുടെ പ്ലഗിനുള്ളിലായിരിക്കും. അപ്പോൾ പ്ലഗിനുള്ളിലായിരിക്കുന്നുണ്ട് ഫേസ് ലൈനിലൂടെ കയറി വരുന്ന കറണ്ട് ഏതെങ്കിലും തരത്തിൽ ഡിവൈസിന്റെ ബോഡിയിലേക്ക് ലീക്ക് ചെയ്താൽ ആ ലീക്ക് ചെയ്യുന്ന കറണ്ടിനെ അന്നേരം തന്നെ എർത്ത് പിന്നിലൂടെ നമുക്ക് എർത്ത് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അങ്ങനെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ട പിന്നായിട്ടുള്ള എർത്ത് പിന്നിനെ ആദ്യം തന്നെ ഡിവൈസിനുള്ളിൽ എൻ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിൻ നീളം കൂട്ടി വെച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നീളം കുറവോ അല്ലെങ്കിൽ ഒരേ നീളമാണോ എങ്കിൽ നമുക്ക് ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ആ ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഫേസ് ലൈനിലൂടെ വരുന്ന ഇലക്ട്രിസിറ്റി എർത്ത് പിന്നിലേക്ക് ലീക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിട്ട് ഷോക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്ത് പിന്നിന് നീളം കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി എന്തിനാണ് എർത്ത് പിന്നിന് വണ്ണം കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിയിരിക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എർത്ത് പിന്നിലൂടെ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ചില സമയങ്ങളിൽ ഫ്ലോ ചെയ്യേണ്ടി വരും. ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഒരു ഡിവൈസിലൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ ആ ഡിവൈസിന് അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ ഡിവൈസിന് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. കാരണം എർത്ത് പിന്നിലൂടെ ലീക്ക് ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് ചില സമയങ്ങളിൽ കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ അങ്ങനെ കൂടുതൽ കറണ്ട് വന്നാൽ റെസിസ്റ്റൻസ് കൂടുതലാണ് എർത്ത് പിന്നിനെങ്കിൽ അതിലൂടെ കറണ്ട് ലീക്ക് ചെയ്ത് പോകാതെ വരും. അങ്ങനെ ലീക്ക് ചെയ്ത് പോകാതെ വരുമ്പോൾ എന്ത് പറ്റും? ഉപയോഗിക്കുന്ന ആൾക്ക് പ്രോബ്ലം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലീക്ക് ചെയ്ത് വരുന്ന കറണ്ടിനെ, എർത്ത് പിന്നിലൂടെ വരുന്ന കറണ്ടിനെ
വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കളയണമെങ്കിൽ അല്ലെങ്കിൽ എർത്ത് ചെയ്ത് കളയണമെങ്കിൽ എർത്ത് പിന്നിന് വണ്ണം കൂടുതലായിരിക്കണം. കാരണം എന്താണ്? വണ്ണം കൂടുന്തോറും അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് എർത്ത് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ റെസിസ്റ്റൻസ് കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടി വെക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നിലൂടെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് എർത്ത് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് വണ്ണം കൂടുതൽ എർത്ത് ലൈനിന് വണ്ണം കൂടുതൽ വെക്കാൻ കാരണം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചില എർത്ത് പിന്നുകൾ നടുവേ പൊട്ടിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നടുവേ കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ വളരെ കൂടുതൽ കറണ്ട് എർത്ത് പിന്നിലൂടെ ലീക്ക് ചെയ്ത് പോകേണ്ട സിറ്റുവേഷനിൽ ഈ എർത്ത് പിന്ന് ചൂടാകും. അങ്ങനെ ചൂടാകുന്ന എർത്ത് പിന്നിന്റെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ ഇങ്ങനെയുള്ള കട്ടിങ് സഹായിക്കും. മാത്രമല്ല, ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. കാരണം നമുക്കറിയാം, ഒരു സിലിണ്ടറിന്റെ നടുവേ നമ്മൾ കട്ട് ചെയ്താൽ അതിന്റെ ഏരിയ കൂടും. കാരണം എന്തുകൊണ്ടാണ്? ആ കട്ടായി പോയ പാർട്ടിന്റെ ഏരിയയും കൂടെ കൂടി അപ്പോൾ എയറിലേക്ക് ഓപ്പൺ ആയി വരും. അപ്പൊ അങ്ങനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്ന ഒരു പോസിബിലിറ്റിയും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചില എർത്ത് പിന്നുകളിൽ നടുവേ അതിന്റെ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നത്. ഈ തേർഡ് കാര്യം നിങ്ങൾ ഓർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി രണ്ടെണ്ണം ഓർത്തിരിക്കുക. നീളം കൂടുതൽ ഇരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എർത്ത് പിന്ന് ഫസ്റ്റ് ടൈം തന്നെ, അതായത് പ്ലഗ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ എർത്ത് പിന്നിനെ പ്ലഗിനുള്ളിൽ വരാനാണ് നീളം കൂട്ടി വെച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിയിരിക്കുന്നതിന് കാരണം അവിടെ റെസിസ്റ്റൻസ് കുറച്ച് നിർത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കറണ്ട്, ലാർജ് ഫ്ലോ ഓഫ് കറണ്ട് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് അതിന് വണ്ണം കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. വിച്ച് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് ലൈൻ? ഏത് പാർട്ടാണ് ഇൻസ്ട്രുമെന്റിന്റെ ഏത് പാർട്ടാണ് എർത്ത് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റിന്റെ ബോഡിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബോഡി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ബോഡിയാണ് കണക്ട് ചെയ്യുന്നത്. ദ ഇലക്ട്രിസിറ്റി വി ഗെറ്റ് ഇൻ അവർ ഹോംസ് ഈസ് എ സി. നമ്മുടെ വീട്ടിൽ വരുന്ന എ സി ആണ്, നമുക്കറിയാം, പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് മെനി ഡിവൈസസ് ആർ വർക്കിംഗ് ഓൺ ഡി സി. ഈസ് ടി വി വർക്കിംഗ് ഓൺ ഡി സി ഓർ എ സി? അപ്പോൾ നമ്മുടെ പല ഡിവൈസുകളിലും നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് എ സിയിലാണ്. ആ ഡിവൈസിൽ പല സിറ്റുവേഷനിൽ എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്ന ഡി സിയിലാണ്. മൊബൈലിന്റെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡി സിയിലാണ് മൊബൈൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴോ, മൊബൈൽ ചാർജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എ സി ആണെങ്കിലും മൊബൈലിന്റെ ചാർജർ ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സിനെ ഡയറക്റ്റ് കറണ്ട് ആക്കി ഡി സി ആക്കി മാറ്റിയിട്ടാണ് മൊബൈലിന്റെ ബാറ്ററിയെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിന്റെ ബാറ്ററി ചാർജ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ വർക്ക് ചെയ്യുന്നത് ഏതിലാണ്? ഡി സിയിലാണ്. എ സിയിലല്ല, പകരം ഡി സിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് കറണ്ടിലാണ്. കമ്പ്യൂട്ടറിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന എ സിനെ ഡി സി ആക്കാനുള്ള മെക്കാനിസം ഉണ്ട്. ലാപ്ടോപ്പ് ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം ബാറ്ററിയിലാണ് സാധനം വർക്ക് ചെയ്യുന്നത്. ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിലോട്ട് ചാർജ് കയറിയിട്ടാണ് നമ്മുടെ ലാപ്പിലേക്ക് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ടി വി വർക്ക് ചെയ്യുന്നതും ഡയറക്റ്റ് കറണ്ടിലാണ്. പക്ഷേ ടി വിക്ക് നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന എ സി ആണ്. ആ എ സിനെ ടി വിക്കുള്ളിലുള്ള ഡിവൈസസ് എ സി ഡി സി ആക്കി മാറ്റിയിട്ട് ഡയറക്റ്റ് കറണ്ട് ഡി സി ആക്കി മാറ്റിയാണ് അത് വർക്ക് ചെയ്യുന്നത്. വി ഗെറ്റ് ഡി സി ഫ്രം ദ മൊബൈൽ ഫോൺ ബാറ്ററി ബട്ട് വി ആർ യൂസിങ് എ സി ഫോർ ചാർജിങ് ഇറ്റ്. വാട്ട് മേ ബി ദ റീസൺ? എന്തുകൊണ്ടാണ് നമ്മൾ എ സി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് അവൈലബിൾ ആയിട്ട്, വീട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഏതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അല്ലേ? കൊമേഴ്ഷ്യൽ ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, നമുക്ക് ഡയറക്റ്റ് കറണ്ടിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കൂടുതൽ എളുപ്പം, അതുപോലെ തന്നെ കോസ്റ്റ് കുറവ്, ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് എ സിയിലാണ്. അതുകൊണ്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷനിൽ എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. കെ എസ് ഇ ബിയിൽ നിന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്തെഴുതും? വാട്ട് മേ ബി ദ റീസൺ എന്നുള്ളതിന്റെ ആൻസർ എഴുതുന്നത് only alternating current is available എന്ന് കൊടുക്കുക. Most of the devices that work only on DC work by converting AC into DC. അപ്പോൾ ഡി സിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡിവൈസസ് എ സിനെ എന്താക്കി മാറ്റുന്നു? ഡി സി ആക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ ചാർജർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എ സി ഇൻറ്റു ഡി സി. മൊബൈൽ ചാർജർ ഇതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കുന്ന ഡിവൈസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഓർത്തിരിക്കുക. ഇനി പഴയ പേജിൽ തന്നെ എർത്തിങ് ഈസ് ഫോർ ബെറ്റർ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തനിയെ വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിച്ചു നോക്കണം.
ബെറ്റർ സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എർത്ത് പിൻ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണത്. നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഡിവൈസസ് നോട്ട് ടു യു ആസ് ദോസ് വർക്കിംഗ് ഇൻ AC ആൻഡ് DC. നമുക്ക് അറിയാവുന്ന വർക്കിംഗ് ചെയ്യുന്ന AC-യിലാണോ DC-യിലാണോ എന്ന് അറിയാവുന്ന ഡിവൈസസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മിക്കവാറും എല്ലാ ഡിവൈസസിലും തന്നെ, അതായത് ഇപ്പം ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ദോസ് വർക്കിംഗ് ഇൻ AC എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ഫാൻ തന്നിട്ടുണ്ട്. DC-യിൽ വർക്ക് ചെയ്യുന്ന ഫാനും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് സോളാർ പവർ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഡയറക്റ്റ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനുകളും അവൈലബിൾ ആണ്. പക്ഷേ ജനറലായിട്ട് നമ്മളിപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആൻസർ കൊടുത്താൽ മതി. അല്ലാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ബൾബ് DC-യിലും AC-യിലും വർക്ക് ചെയ്യുന്ന ബൾബുണ്ട്, ഫാൻ DC-യിലും AC-യിലും വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടർ പോലും DC-യിലും AC-യിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ AC നമ്മുടെ ഉപയോഗിക്കുന്ന വീട് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണർ DC-യിലും AC-യിലും വർക്ക് ചെയ്യുന്നവരെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോൾ എഴുതുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എഴുതിയാൽ മതി. അപ്പോൾ ദോസ് വർക്കിംഗ് ഇൻ AC എന്നുള്ളത് ഫാനുണ്ട്, പിന്നെ മോട്ടറുണ്ട്, അതുപോലെ തന്നെ എയർ കണ്ടീഷണറുണ്ട്, മിക്സിയുണ്ട്. ഇതൊക്കെ AC-യിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇനി DC-യിൽ വർക്ക് ചെയ്യുന്ന ഏതൊക്കെയാണ്? കാൽക്കുലേറ്റർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, TV ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡയറക്റ്റ് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ആർ ദെയർ ഡിവൈസസ് വർക്കിംഗ് ഇൻ ബോത്ത് AC ആൻഡ് DC? AC-യിലും DC-യിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഒന്നും തന്നെ AC-യിലും DC-യിലും ഒരുപോലെ വർക്ക് ചെയ്യില്ല. അതിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മൊബൈൽ ഫോൺ AC-യിൽ വർക്ക് ചെയ്യിക്കാം, പക്ഷേ അതിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതുപോലെ AC-യിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് AC-യിൽ മാത്രവും, DC-യിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസിൽ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന അടുത്ത കാര്യത്തിലേക്ക് വരാം. റെക്ടിഫയർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് AC ഇൻറ്റു DC. നമ്മൾ AC-നെ DC ആക്കുന്ന ഡിവൈസസിനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, AC-നെ DC ആക്കുന്ന, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. AC is converted into DC after lowering 230 volt AC into 12 volt or 6 volt as required for the devices using a step down transformer or inductor. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മൊബൈലിൻ്റെ അഡാപ്റ്റർ എക്സാമ്പിൾ എടുത്താൽ, മൊബൈലിൻ്റെ അഡാപ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതായത് അതിലേക്ക് കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 230 വോൾട്ട്, 230 വോൾട്ട് AC ആണ് നമ്മൾ കൊടുക്കുന്നത്. 230 വോൾട്ട് AC ആണ് കൊടുക്കുന്നത്. ഈ 230 വോൾട്ട് AC-നെ മൊബൈലിൻ്റെ അഡാപ്റ്റർ നോർമലി ഒരു 5 വോൾട്ട് അല്ലെങ്കിൽ 4.7 ഓർ 4.8 വോൾട്ട് DC ആക്കി മാറ്റും ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാറ്ററി ഈ 4.8 വോൾട്ടിൽ നിന്നാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിലും അത് 230 AC-യിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അഡാപ്റ്റർ അത് 12 വോൾട്ടോ 6 വോൾട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ 20 വോൾട്ട്, ആ ഡിവൈസിനനുസരിച്ച് അതിൻ്റെ അഡാപ്റ്റർ പല ലെവലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമാണ് ഈ ഡിവൈസസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് അതിൻ്റെ വോൾട്ടേജ് ലെവല് 230 വോൾട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന ലെവല് കുറച്ച് 12 വോൾട്ടോ 6 വോൾട്ടോ 20 വോൾട്ടോ ഒക്കെ ആയിട്ട് ആ ഡിവൈസിനനുസരിച്ച് അത് കുറയ്ക്കും. ഒന്ന്, വോൾട്ടേജ് ലെവൽ കുറയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വോൾട്ടേജ് ലെവൽ കുറയ്ക്കുന്നതിനൊപ്പം തന്നെ റെക്ടിഫിക്കേഷൻ നടത്തി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്താക്കി മാറ്റും? ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോമറും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കാൻ വേണ്ടി നമ്മളൊരു റെക്ടിഫയറും ഉപയോഗിക്കും. ഇനി ദ മെയിൻ പാർട്ട് ഓഫ് ആൻ റെക്ടിഫയർ ഇസ് ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ് നെയിംഡ് ഡയോഡ്. ഓർത്തിരിക്കണം, ഒരു റെക്ടിഫയറിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്ന ഒരു ഡയോഡാണ്. നമ്മൾ പിന്നീട് പഠിക്കുന്ന ഡയോഡ് എന്താണെന്നുള്ളത്. ഒരു റെക്ടിഫയറിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നൊരു ഡയോഡാണ്. ദിസ് കണ്ടക്ട്സ് കറണ്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഡയോഡിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയോഡിനെ കുറിച്ച് പിന്നീട് അടുത്ത വോളിയം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കും. അപ്പോൾ ഡയോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് സെൻഡ് ചെയ്യുള്ളൂ. ദെൻ ഇൻ അഡീഷൻ ടു സച്ച് rectifiers that can be make use of different electronic components are also in practice. Rectifier പല ഇലക്ട്രോണിക് കമ്പോണന്റുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. You might have understood that there are various inbuilt safety measures to ensure the safety of household electric circuits. Still, we have take some precautions while handling the electric circuits and devices. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല സേഫ്റ്റി മെഷറുകൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഷോക്ക്, ആ ഷോക്ക് കിട്ടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അതുപോലെ തന്നെ പ്രിക്കോഷൻ ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്ന സിറ്റുവേഷനുകളിലൊക്കെയുള്ള നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതുപോലെ മേക്കിംഗ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടല്ല. അത് കഴിഞ്ഞാൽ ആ പാർട്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള കണക്റ്റിംഗ് ഡിവൈസസും അതിലെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച്, അതായത് ഞാൻ പറഞ്ഞ ഇലക്ട്രിക് ഷോക്കും അതിൻ്റെ പ്രിക്കോഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ നല്ലപോലെ നോക്കുക. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.